ഗുഡ് ഈവനിങ്. ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത് ഇൻവെസ്റ്റേഴ്സ് മൈൻഡ് സെറ്റിനെ കുറിച്ചാണ്. അതിനുമുമ്പ് നമുക്ക് മാർക്കറ്റ് അപ്ഡേറ്റ് ചെക്ക് ചെയ്യാനുണ്ട്. സ്മാർട്ട് ക്യാൻഡൽസ് യൂട്യൂബ് ചാനലിൽ നിന്ന് റിയാസാണ് സംസാരിക്കുന്നത്. ഇന്ന് പൊതുവെ മാർക്കറ്റ് ഒരു മിക്സ്ഡ് ട്രെൻഡ് ആയിരുന്നു. 1344 കമ്പനികൾ NSEയിൽ പോസിറ്റീവ് നേട്ടം കൈവരിച്ചപ്പോൾ 1160 കമ്പനികൾ ഇന്ന് നഷ്ടത്തിലാണ് വ്യാപാരം ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ നേട്ടം കൈവരിച്ചിരിക്കുന്നത് കൺസ്യൂമർ ഡ്യൂറബിൾ സെക്ടറാണ്. 0.57% നേട്ടം കൈവരിച്ചു. അതേപോലെ മറ്റുള്ള സെക്ടറൊക്കെ ചെറിയ ചെറിയ നേട്ടങ്ങളുമായി വ്യാപാരം അവസാനിപ്പിച്ചു. ബാങ്ക്, പ്രൈവറ്റ് ബാങ്കും അതുപോലെ തന്നെ PSU ബാങ്ക് ഒക്കെ ഇന്ന് ലോസ് ആയിരുന്നു രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ മീഡിയ, എനർജി, ഇങ്ങനെ ബാങ്ക്, മീഡിയ, എനർജി 3 സെക്ടറാണ് ഇന്ന് നെഗറ്റീവ് നഷ്ടം കൈവരിച്ചിരിക്കുന്നത്. ബാക്കി എല്ലാ സെക്ടറിലും 0.5% വരെയുള്ള നേട്ടം കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. നമുക്ക് വിശദമായിട്ട് ചാർട്ട് പരിശോധിച്ച് നോക്കാം. സെക്ടർ വൈസ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് നിഫ്റ്റി 50യുടെ ചാർട്ടാണ്. 0.13% നേരിയ വർധനവാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു ഏരിയയിൽ കൺസോളിഡേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ ഒരു ഏരിയ ബ്രേക്ക്ഔട്ട് കിട്ടിയതിന് ശേഷം ഒരു ഡയറക്ഷൻ നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. പൊതുവെ ഡിസംബർ മാസം ആക്ടിവിറ്റി കുറവാണ് എങ്കിൽ പോലും ഈ ഒരു ഏരിയയിൽ ഇപ്പം നല്ലൊരു കൺസോൾട്ടേഷനാണ്. ഇന്ന് CPI ഡാറ്റ വരാനുണ്ട് US മാർക്കറ്റിൻ്റെ. അത് കഴിഞ്ഞ് മിക്കവാറും ഒരു ഡയറക്ഷൻ കിട്ടുമെന്നാണ് കരുതുന്നത്. തിരിച്ച് ഇവിടുന്ന് മുകളിലോട്ട് കയറി പോകാനുള്ള സാധ്യതയും എഴുതി തള്ളാൻ പറ്റില്ല. ഇനി മിഡ് ക്യാപ്പ് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ ഇന്നും 0.3% റാലി രേഖപ്പെടുത്തി. ഇന്നലെ 0.3%, ഇന്ന് 0.32. അപ്പം മിഡ് ക്യാപ്പ് അതിൻ്റെ ഒരു യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതേപോലെ തന്നെ സ്മോൾ ക്യാപ്പിലും ഇന്ന് ഒരു 0.28% ഗെയിൻ രേഖപ്പെടുത്തി. നമ്മൾ വരച്ചിട്ടുള്ള ആ ഒരു റെസിസ്റ്റൻസ് സോണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഇന്ന് ഇന്ത്യ വിക്സ് ആണെങ്കിൽ 0.3.7% ഡിക്ലൈനാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി സെക്ടോറിയൽ ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ആദ്യം പറഞ്ഞിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയാണ് ഇന്ന് ലോസ് രേഖപ്പെടുത്തിയ ഒരു സെക്ടർ. 0.35% ചെറിയൊരു സ്ലൈറ്റ്ലി നെഗറ്റീവ് ക്ലോസിംഗ് ആയിരുന്നു. അതുപോലെ തന്നെ IT അതിൻ്റെ ഒരു ജേർണി തുടരുകയാണ്. 0.3% നേട്ടമാണ് ഇന്ന് കൈവരിച്ചിരിക്കുന്നത്. ഫാർമ സെക്ടറിൽ 0.05, അതായത് സ്ലൈറ്റ്ലി ഫ്ലാറ്റായിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നു. FMCG സെക്ടർ നോക്കുകയാണെങ്കിൽ ചെറിയൊരു റിവേഴ്സൽ, നമുക്ക് താൽക്കാലികമായ ശമനം എന്ന നിലക്ക് 0.4% നേട്ടം. ഇന്ന് ഏറ്റവും കൂടുതൽ നേട്ടം രേഖപ്പെടുത്തിയ ഒരു സെക്ടറിൽപ്പെട്ടതാണ് FMCG. പിന്നെ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഓട്ടോ നോക്കുകയാണെങ്കിൽ ഇന്ന് 0.36% നേട്ടം കൈവരിച്ചു. ഇതും ഒരു നല്ലൊരു സൂചന തന്നെയാണ് ഈ സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം. ഇന്നലെ നമ്മൾ പ്രത്യേകം സംസാരിച്ചിട്ടുള്ള മറ്റൊരു സെക്ടറാണ് നിഫ്റ്റി റിയാലിറ്റി. അതിൻ്റെ ഇന്നത്തെ കാൻഡിലും നല്ലൊരു ബുള്ളിഷ് കാൻഡിൽ തന്നെയാണ്. 0.18% നേട്ടം മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. എങ്കിലും മാർക്കറ്റിന് പോസിറ്റീവ് കാൻഡിലാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. മെറ്റൽ സെക്ടർ നോക്കുകയാണെങ്കിൽ ഇന്ന് 0.09, അതായത് ഫ്ലാറ്റ് ക്ലോസിംഗ് ആയിരുന്നു ഇന്ന് കാണാൻ സാധിക്കുന്നത്. ഗോൾഡ് ഇന്ന് ട്രേഡ് ചെയ്യുന്നത് ഒരു ഫ്ലാറ്റ് ആയിട്ട് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഒരു റിവേഴ്സലാണ് ഗോൾഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഒരു ഹൈ ബ്രേക്ക് ആണെങ്കിൽ ഫർദർ മൂവ്മെന്റ് നമുക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ US മാർക്കറ്റ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത് സ്ലൈറ്റ്ലി നെഗറ്റീവാണ്. 0.35%. US-ലുള്ള IT സെക്ടറായിട്ടുള്ള നാസ്ഡാക്ക് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നതും സെയിം ആണ്. 0.34% നെഗറ്റീവാണ്. ഇന്ന് അവിടെ CPI ഡാറ്റ വരാനുണ്ട്. അതിനുശേഷമായിരിക്കും മാർക്കറ്റിൻ്റെ ഗതി US മാർക്കറ്റിൽ നിർണ്ണയിക്കുക. ചെറിയൊരു വോളറ്റാലിറ്റി ഒക്കെ മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം. നമുക്ക് നോക്കുകയാണെങ്കിൽ PSU ബാങ്ക് ഇന്ന് ഒരു ഇടിവ് രേഖപ്പെടുത്തി. നമ്മൾ ഓൾറെഡി സംസാരിച്ചാണ് നേരത്തെ. PSU സെക്ടറിൽ 0.89% ഒരു ഇടിവാണ് ഇന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നിഫ്റ്റി 50യിലെ 50 കമ്പനികളിൽ 26 കമ്പനികൾ പോസിറ്റീവ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയപ്പോൾ ഒരു കമ്പനി കോട്ടക് മഹീന്ദ്ര ഇന്ന് അൺചേഞ്ച്ഡ് ആയിരുന്നു പ്രൈസ്. ബാക്കി 23 കമ്പനികളും ലോസ് രേഖപ്പെടുത്തി. ഏറ്റവും അധികം ലോസ് രേഖപ്പെടുത്തിയിരിക്കുന്ന കമ്പനി JSW സ്റ്റീൽ, അദാനി പോർട്ട്, NTPC, SBI. അതേപോലെ ഏറ്റവും കൂടുതൽ നേട്ടം കൈവരിച്ചിരിക്കുന്ന കമ്പനി ട്രെൻഡ്, ബജാജ് ഫിനാൻസ്, ബ്രിട്ടാനിയ, ശ്രീറാം ഫിനാൻസ് കമ്പനികളൊക്കെ ഇന്ന് നേട്ടം കൈവരിച്ചിരിക്കുന്നു. ഫിനാൻസ് സെക്ടർ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് അൺചേഞ്ച്ഡ് ആണ്. ഇന്ന് അൺചേഞ്ച്ഡ് ആയിട്ട് ഇന്ന് ക്ലോസിംഗ് രേഖപ്പെടുത്തി. ഇനി നമുക്ക് നോക്കാനുള്ളത് നിഫ്റ്റി 500. നിഫ്റ്റി 500ൽ 275 കമ്പനികൾ പോസിറ്റീവ് രേഖപ്പെടുത്തിയപ്പോൾ 223 കമ്പനികൾ നെഗറ്റീവ് ആയിരുന്നു. നേരത്തെ പറഞ്ഞ നിഫ്റ്റി 50ലുള്ള ഒരു കമ്പനി അൺചേഞ്ച്ഡ് ആണ്. അതേപോലെ നിഫ്റ്റി 500ൽ ഏറ്റവും കൂടുതൽ ലോസ് രേഖപ്പെടുത്തിയത് ITI, അതുപോലെ തന്നെ ബ്രിഗേഡ് എന്റർപ്രൈസ്, ഇമാമി, CCL പ്രൊഡക്റ്റ്,
ഇവിടെ ഏറ്റവും കൂടുതൽ നേട്ടം കൈവരിച്ചിരിക്കുന്ന കമ്പനി നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 500-ൽ PNC ഇൻഫ്ര 12%, ജൂപ്പിറ്റർ വാഗൺ 11%. ഇന്ന് മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, റെയിൽവേ സെക്ടറിലെ സ്റ്റോക്കുകളൊക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു ദിവസമായിരുന്നു. സ്വാൻ എനർജി 9.1% ഗെയിൻ രേഖപ്പെടുത്തിയെന്ന്. ഇർക്കോൺ ഇന്റർനാഷണൽ റെയിൽവേ സ്റ്റോക്കാണ് 6.7%. അതുപോലെ തന്നെ ടിറ്റാഗ്ര 6.62% റെയിൽവേ സ്റ്റോക്കാണ്. IRFC 5% നേട്ടം കൈവരിച്ച റെയിൽവേ സ്റ്റോക്കാണ്. ഇനി RVNL റെയിൽടെൽ 3.7% നേട്ടം കൈവരിച്ചു റെയിൽവേ സ്റ്റോക്കാണ്. അതേപോലെ റെയിൽ സ്റ്റോക്കായിട്ടുള്ള RVNL റെയിൽ വികാസ് നിഗം 3.4% നേട്ടം കൈവരിച്ചു. ഇനി നമുക്ക് നോക്കാനുള്ളത് കൺസ്യൂമർ ഡ്യൂറബിൾ സെക്ടറാണ്. നേരത്തെ സംസാരിച്ചു, ഇന്ന് നേട്ടം കൈവരിച്ചിട്ടുള്ള ഒരു സെക്ടറാണ് കൺസ്യൂമർ ഡ്യൂറബിൾ, ഏറ്റവും കൂടുതൽ നേട്ടം കൈവരിച്ചിട്ടുള്ള സെക്ടർ. അവിടെ ഏതൊക്കെ സ്റ്റോക്കാണ് നേട്ടം കൈവരിച്ചത് നോക്കാം. ഹാവൽസ്, അതുപോലെ തന്നെ ബ്ലൂ സ്റ്റാർ, വോൾട്ടാസ്, അംബർ, ബാറ്റ ഇന്ത്യ, കല്യാൺ ജ്വല്ലേഴ്സ്, വേൾപൂള് ഒക്കെ ഇന്ന് നേട്ടം കൈവരിച്ചപ്പോൾ വി-ഗാർഡ് 2.32% ലോസ് രേഖപ്പെടുത്തി. അതുപോലെ തന്നെ സാറ സാനിറ്ററി 1.62% ലോസ് രേഖപ്പെടുത്തി. ഇനി ടോപ്പിക്കിലേക്ക് വരാം. വ്യത്യസ്ത മൈൻഡ് സെറ്റ് ഉള്ളവരായിരിക്കും നമ്മൾ ഓരോരുത്തരും. നമ്മളൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് ലോങ് ടേമിലാണെന്ന് എല്ലാവർക്കും അറിയാം. ലോങ് ടേം വ്യൂ വെച്ചിട്ടായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ലോങ് ടേമിൽ നമുക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യണമെന്ന ഉദ്ദേശമായിരിക്കും നമുക്ക് ഉണ്ടാവുക. എന്നാലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊരു പഠനം നടത്തേണ്ട നിർബന്ധമാണ്. ഒരു കമ്പനിയെ കുറിച്ച് നന്നായി പഠിച്ചു, അതിന്റെ പ്രൈസ് ഒക്കെ മനസ്സിലാക്കി, റിസ്ക് റിവാർഡ് റേഷ്യോ മനസ്സിലാക്കിയതിനു ശേഷം, എന്താ റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ, നമ്മളൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നോക്കും, ഈ സ്റ്റോക്ക് താഴോട്ട് പോയി കഴിഞ്ഞാൽ എത്രമാത്രം പോകാൻ സാധ്യതയുണ്ട്, മുകളിലോട്ട് എത്രമാത്രം ഓപ്പർച്യൂണിറ്റിക്ക് സാധ്യതയുണ്ട്. ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു കമ്പനി ആണെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. അതിന്റെ യഥാർത്ഥ റേഞ്ചിൽ പോയിട്ട് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ചെയ്തു കഴിഞ്ഞു നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങിയതിനു ശേഷം പിറ്റേ ദിവസം മുതൽ സ്റ്റോക്ക് മുകളിലോട്ട് പോകുന്നത് മാത്രം കണ്ടിരിക്കാനാണ് നമ്മൾക്ക് ആഗ്രഹമെങ്കിൽ നമ്മൾ ഷോർട്ട് ടേം മെന്റാലിറ്റി ഉള്ള ഒരു വ്യക്തിയാണ്. കാരണം ഒരു സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്ത ശേഷം പിറ്റേ ദിവസം മുതൽ കയറി പോകണമെന്ന് യാതൊരു നിർബന്ധമില്ല. നമ്മൾക്കത് ഒരുപാട് കാലം ചിലപ്പോൾ അക്കുമുലേഷൻ റേഞ്ചിൽ നിന്നേക്കാം. അങ്ങനെ നിൽക്കുമ്പോൾ നമുക്കത് സംതൃപ്തമായിട്ട് അങ്ങനെ നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണും. ഓരോ കറക്ഷനിൽ വരുമ്പോൾ സ്റ്റോക്കിന്റെ ഫണ്ടമെന്റൽ പ്രോബ്ലം കൊണ്ടല്ല, മാർക്കറ്റ് ഇടിയുന്ന സമയത്ത് അത് കൂടുതൽ വാങ്ങാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയി കാണാനുള്ള മൈൻഡ് സെറ്റ് നമ്മൾക്കുണ്ടെങ്കിൽ നമ്മളൊരു ലോങ് ടേം മൈൻഡ് സെറ്റ് ഉള്ള ഒരു വ്യക്തിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ലാതെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിന്റെ പിറ്റേ ദിവസം മുതൽ ഡിസ്കൗണ്ടിൽ വരാൻ പാടില്ല, നമ്മൾ ലാഭത്തിൽ തന്നെ ഇരിക്കണമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ നമ്മുടെ മെന്റാലിറ്റി ഷോർട്ട് ടേം മെന്റാലിറ്റി ആണ്. കാരണം എത്രയും പെട്ടെന്ന് ലാഭം ഉണ്ടാക്കി അതിൽ നിന്നും ലാഭം കൊയ്യുക എന്നാണ് നമ്മുടെ ലക്ഷ്യമെന്ന് അവിടെ കൃത്യമായിട്ട് മനസ്സിലാവും. സമയം കൊടുക്കാതെ ഒരു കുട്ടിയും വളരില്ല അല്ലേ. ഒരു കുട്ടി വളരണമെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള സമയം കൊടുക്കണം. എന്ന പോലെ തന്നെയാണ് ഒരു കമ്പനിയിൽ നല്ലൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ കമ്പനി പ്രവർത്തിച്ച് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ടാണ് അതിന്റെ സ്റ്റോക്ക് പ്രൈസ് വളരുക. അപ്പൊ നമ്മൾ സമയം കൊടുക്കാതെ കണ്ടിട്ട് നമ്മൾക്ക് സ്റ്റോക്കിൽ വളർച്ച ഉണ്ടാവണം നമ്മൾ അതിയായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പം നമ്മുടെ മെന്റാലിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഗ്രീഡ് വളരെ അധികമാണെന്ന് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഒരു ഗ്രീഡുമായിട്ടാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷോർട്ട് ടേം മെന്റാലിറ്റി ഉള്ള ഒരാളാണെന്ന് കൂടി മനസ്സിലാക്കുക. ഇനി ഇതിന്റെ വ്യത്യസ്തത എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ, ഷോർട്ട് ടേം മെന്റാലിറ്റി ഉള്ള ഒരു വ്യക്തിക്ക് കുറെ കാലം ഹോൾഡ് ചെയ്യാൻ പറ്റില്ല എന്നതാണ്. ലാഭം കണ്ട് അത് വീണ്ടും നഷ്ടത്തിലൊക്കെ വരുമ്പോൾ ടെൻഷൻ ആവും. ലോങ് ടേം മെന്റാലിറ്റി ഉള്ള വ്യക്തിക്ക് ആ ഒരു കാലം മുഴുവനും കാത്തു നിൽക്കാനും വെയിറ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. അങ്ങനെയുള്ള വ്യക്തി വളരെ കൂളായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഷോർട്ട് ടേം മെന്റാലിറ്റിയും ലോങ് ടേം മെന്റാലിറ്റിയും നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട്. ഇപ്പം ഒരു ലോങ് ടേം മെന്റാലിറ്റി ഉള്ള ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ വെൽത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സമ്പത്ത്, അത്യാവശ്യം സമ്പത്തുള്ള ഒരു വ്യക്തിക്ക് ലോങ് ടേം മെന്റാലിറ്റി വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ തന്നെ സമയമില്ലാതെ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ട്രേഡിംഗ് ചെക്ക് ചെയ്യാൻ സമയമില്ലാത്തൊരു വ്യക്തിക്ക്, മറ്റുള്ള ഇൻകമാണ് കൂടുതൽ കിട്ടുന്ന ഒരു വ്യക്തിക്ക് ലോങ് ടേം മെന്റാലിറ്റി വളർത്തിയെടുക്കാൻ പറ്റും. മാത്രമല്ല അവിടെയുള്ള ഒരു രസം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇത്രയും ആളുകൾക്ക് കൂടുതൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യപ്പെടാൻ പറ്റും. കാരണം ലോങ് ടൈമിൽ ഈ സ്റ്റോക്ക്, നമ്മൾ എടുത്തിട്ടുള്ള സ്റ്റോക്ക്, അത് കോമ്പൗണ്ട് റിട്ടേണും അതുപോലെ തന്നെ മൾട്ടി ബാഗർ റിട്ടേൺ ഒക്കെ ആയിട്ട് വളരെ അധികം റിട്ടേൺ അവർക്ക് നൽകും. കാരണം അവർക്ക് ഒരുപാട് പണമുണ്ട്, അവർ ഇതിൽ കൂടുതൽ ടെൻഷനല്ല. അതുകൊണ്ട് അവർ ലോങ് ടൈം മെന്റാലിറ്റിയാണ്, അവർക്ക് ലോങ് ടൈം നല്ല വളർച്ച ഉണ്ടാവും. എന്നാൽ ഷോർട്ട് ടൈം മെന്റാലിറ്റി ഉള്ള ഒരു വ്യക്തിക്ക് പണം പൊതുവെ കുറവായിരിക്കും. അപ്പം ഷോർട്ട് ടൈം ആയിരിക്കും, എത്രയും പെട്ടെന്ന് ലാഭം ഉണ്ടാക്കുക, എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക എന്ന ഒരു ഉദ്ദേശമായിരിക്കും. അങ്ങനെയുള്ള മെന്റാലിറ്റിയുമായി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെറിയ ലാഭം കാണുമ്പോൾ അത് സെല്ല് ചെയ്യുകയും പിന്നെ കുറെ ലോസിൽ ഹോൾഡ് ചെയ്യുകയും അങ്ങനെ എന്തൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് അവസാനം നമ്മൾക്ക് വലിയൊരു റിട്ടേൺ ഒന്നും കിട്ടാതെ, മാർക്കറ്റിൽ നിന്ന് റിട്ടേൺ ഒക്കെ കിട്ടും, പക്ഷെ വലിയൊരു മൾട്ടിബാഗർ റിട്ടേണോ അല്ലെങ്കിൽ വലിയൊരു ഗ്രോത്ത് നമ്മൾക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനൊന്നും പറ്റാതെ നമ്മൾ ചിലപ്പം അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും.
അപ്പോൾ ലോങ് ടേം മെൻറ്റാലിറ്റി വളർത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് നമ്മൾ ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഇക്വിറ്റി മാർക്കറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ടിൽ നിന്ന് ഒരു നിശ്ചിത എമൗണ്ട് ലോങ് ടേം മെൻറ്റാലിറ്റി വളർത്തിയെടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അത് വളരെ കുറഞ്ഞ എമൗണ്ട് ആണെങ്കിൽ പോലും എത്ര എമൗണ്ട് നമ്മൾ ലോങ് ടേം മെൻറ്റാലിറ്റിയുമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു അത്രമാത്രം സക്സസ് നമ്മൾക്ക് ഉണ്ടാക്കും. പിന്നെ വേറെ കാര്യം ചെയ്യേണ്ടത് പറഞ്ഞാൽ ഈ ലോങ് ടേം മെൻറ്റാലിറ്റി ഉള്ള ഇൻവെസ്റ്റർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അയാൾ പ്രൈസ് എപ്പോഴും ട്രേസ് ചെയ്തുകൊണ്ടേയിരിക്കില്ല. അയാൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തി അതിനുശേഷം ഡിസ്കൗണ്ട് പ്രൈസിലേക്ക് പോവുകയാണെങ്കിൽ അയാൾ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യും. കാരണം അയാൾ ചാർട്ടിനേക്കാളും കൂടുതൽ കമ്പനി ആയിരിക്കും നോക്കുക. കമ്പനിയുടെ ന്യൂസ് ഫോളോ ചെയ്യും, കമ്പനിയുടെ എല്ലാ ക്വാർട്ടർ റിസൾട്ടും അയാൾ ഫോളോ ചെയ്യും. അങ്ങനെ കമ്പനിയെ മാത്രം നോക്കുക, അല്ലാതെ പ്രൈസ് ചാർട്ട് നോക്കാതിരിക്കുക എന്നതാണ് ലോങ് ടേം മെൻറ്റാലിറ്റി ഉള്ള ഒരാളുടെ പിന്നെ ചെയ്യേണ്ട മറ്റൊരു കാര്യം. എന്നും ചാർട്ട് നോക്കിക്കൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ കൂടുതൽ ടെൻഷനാവും. ഈ സ്റ്റോക്ക് ഇത്രയിൽ വിൽക്കായിരുന്നു, ഇവിടെ എടുക്കായിരുന്നു, ഇങ്ങനെ സ്റ്റോക്ക് കയറിക്കൊണ്ട് ഇറങ്ങിക്കൊണ്ട് നിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കും മുകളിൽ വിറ്റ് താഴ്ന്ന് വാങ്ങാം. ഇതൊക്കെ നമ്മൾ വിചാരിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഷോർട്ട് ടേം മെൻറ്റാലിറ്റിയും ലോങ് ടേം മെൻറ്റാലിറ്റിയും കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു ടോപ്പിക്കുമായിട്ട് മറ്റൊരു ദിവസം കണ്ടുമുട്ടാം. ഓക്കെ, താങ്ക് യു, ടേക്ക് കെയർ.